ഇല്ലടാ ഇവിടെ ഇല്ലാതെ. ഹലോ, ഗുഡ് ഈവനിങ്. പ്രിൻസിക്കാണേ. ഇന്നൊരു ചായ കുടിക്കാൻ പോണ ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ ചായ കുടിക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ ഒരു ചായ കുടിക്കാൻ പോയിട്ടിരിക്കണം കേട്ടോ. ഇങ്ങനെ പോയിട്ടിരിക്കുന്ന സമയത്ത് നിൽക്കുന്ന ആൾക്കാർ മീൻ തേവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല. അവിടെ വണ്ടി നിർത്തി. ഞാൻ എന്നിട്ട് അവരുടെ അടുത്തേക്ക് പോയി നോക്കി. മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക് അത്യാവശ്യം. പിന്നെ അവിടെ നിന്ന് നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തെ കുളത്തിൻ്റെ എൻ്റെ വീടിൻ്റെ അവിടുത്തെ ചേട്ടന്മാരെ കുളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നു. കുറേ പേര് കുളിക്കുന്നുണ്ട്. ഗൾഫ് തന്നേ രനീഷേട്ടൻ ഗൾഫ് തന്നാ ആള് നേ കുളിക്കുന്നു ഇവിടെ. ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ കുറേ നേരം നിന്നു. അപ്പോഴല്ലേ മനസ്സിലായത് കുളിക്കാൻ വേണ്ടിയിട്ടില്ല. ദേ പോണ് താറാവ്. അതിന്റെ പിന്നാലാണ് ഇവരെല്ലാവരും. താറാവ് കുളത്തുനിന്ന് പുറത്തേക്ക് പോകാണ്ടിരിക്കണ്ടേ. ഓരോ മുക്കിലും പോലെ ഓരോ പടം വരച്ചിട്ട്. ഇയാൾ ഗൾഫിലുള്ള ആളാ. ലീവിന് വന്നൊക്കെ തൂങ്ങി കിടക്കണ നോക്കിയിട്ട് അർസന പോലെ. പിന്നെ PC വാമൻ. ഇവരൊക്കെ മരത്തിന് വരെ ചാണ്ടി ഇറക്കുന്ന ആൾക്കാരാ. ഇതാണ് രനീഷേട്ടൻ. ആള് ഗൾഫിൽ നേഴ്സാ. ആള് കൃത്യമായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് എങ്ങനെ നീന്തൽ പഠിക്കാം. പക്ഷെ ആൾക്ക് മാത്രം നീന്തറിയില്ല. പക്ഷെ ആള് നീന്തലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് പിള്ളേരെ കൊണ്ടാക്കിയിട്ട് സ്കൂളിൽ വേണ്ടി പോയി തുടങ്ങി. എത്ര പരിശ്രമിച്ചിട്ടും താറാവിനെ മാത്രം കയ്യിലിട്ടില്ല. താറാവ് എസ്കേപ്പ് ചെയ്ത് പോയിട്ടിരിക്കുക. പഠിച്ച കള്ളനവൻ. അവസാനം താറാവിനെ പിടിച്ചുട്ടാ. കണ്ട എല്ലാവരും താറാവിനെ പിടിച്ച് കയ്യിൽ പിടിച്ച കണക്ക് രനീഷേട്ടനും താറാവിനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരൊന്നല്ല. അന്ന് അടുക്കിലിരിക്കുന്ന ആളാണ് താറാവിനെ പിടിച്ചത്. അവസാനം ഞാൻ ഇങ്ങോട്ട് പോന്നു. ചായക്കടയിൽ എത്തി ലാസ്റ്റ്. ആ അച്ചാച്ചമാരൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അച്ചാച്ചമാരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ട് തേങ്ങ ചെയ്യണമെന്ന്. എല്ലാ ചായക്കടയുള്ള പോലെ ഇവിടെയും ആഭ്യന്തര ചർച്ചകൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചർച്ചകളെന്നൊക്കെ മാറിയിട്ട് രണ്ടുപേരും മാറിയിരിക്കുന്നുണ്ട്. ആശാനും ശിഷ്യനും. ആശാൻ കുളത്തിലേക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പൊന്തി വരുന്ന മീനെ നോക്കിയിട്ട്. ശിഷ്യനാണെങ്കിൽ അതൊന്നും മൈൻഡില്ല അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഹോർലിക്സിന്റെ ഗ്ലാസ് കലിയാക്കിട്ടാ. ഞാൻ അവിടെ നിന്ന് പോവാനുള്ള പരിപാടിയായി. ഈ ചേട്ടൻ ഇവിടെ 12 വർഷമായിട്ട് ചായക്കട നടത്തുന്നുണ്ട്. അത്ര ഇവിടെ കോട്ടപ്പുറം മങ്ങാട് പോണ വഴിയിൽ ആ കോട്ടപ്പുറം പാലത്തിനപ്പുറം. അപ്പോൾ ആ ചേട്ടൻ നാളെ പുലർച്ചയ്ക്കുള്ള വെള്ളത്തിനായിട്ട് കോട എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് യാത്ര തിരിച്ചു. എനിക്ക് ചെറിയൊരു നീരുവീഴ്ച ഉണ്ട് കേട്ടോ. അപ്പോൾ ശരി, നാളെ അടുത്ത വീഡിയോയിൽ കാണാം.